ഹലോ, അസ്സലാമു അലൈക്കും. മദീനത്തെ ചരിത്ര പ്രസിദ്ധമായ കിബിലത്തൻ പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് കണ്ടുവന്നാലോ. അതായത് ഫസ്റ്റ് കാലങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങളെല്ലാം നിസ്കരിച്ചിരുന്നതും ഇബാദത്ത് ചെയ്തിരുന്നതൊക്കെ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു. മസ്ജിദുൽ അക്സയായിരുന്നു ഫസ്റ്റ് നമ്മൾ കിബിലായി കണക്കൂട്ടിരുന്നത്. പിന്നെയാണ് കഅബ നമുക്ക് കിബിലായി കിട്ടിയത്. അതായത് കഅബയാണ് പിന്നെ രണ്ടാമതാണ് കഅബ നമുക്ക് കിബിലായത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ളുഹ്ർ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത്, ഈ മസ്ജിദിൽ വെച്ച് ഒരു ളുഹ്ർ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലെ ഏറ്റവും ആഗ്രഹം കിബിലയായിട്ട് കഅബയായിരുന്നു. ആ കഅബ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ളുഹ്ർ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത്, അതായത് മസ്ജിദുൽ അക്സയിലേക്ക് ളുഹ്ർ നിസ്കാരം നിസ്കരിക്കുന്ന 2 റക്അത്ത്, ആ സമയത്താണ് ആ 2 റക്അത്ത് നിസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് അതായത് ജിബ്രീൽ വഹി എത്തിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിഞ്ഞ് കഅബയിലേക്ക് 2 റക്അത്ത് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറയും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിഞ്ഞ് കഅബയിലേക്ക് ആ ളുഹ്ർ നിസ്കാരത്തിൽ തന്നെ 2 റക്അത്ത് കഅബയിലേക്ക് നിസ്കരിക്കും. അങ്ങനെയാണ് 2 കിബില വരാൻ കാരണം. ഈ പഴയ കാലത്തൊക്കെ മസ്ജിദിൽ കിബിലത്തേക്ക് വന്നവർക്ക് കാണാൻ 2 മിമ്പറും മെഹ്റാബൊക്കെ ഉണ്ടായിരുന്നു ഈ പള്ളിക്ക് തന്നെ. അതായത് കഅബയെ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ് മസ്ജിദുൽ അക്സ. അപ്പോൾ പഴയ കാലങ്ങളിൽ നമ്മൾ കിബിലക്കായി നിസ്കരിച്ചിരുന്നതാണ് ഫലസ്തീനിലെല്ലാം മസ്ജിദുൽ അക്സയും. അപ്പോൾ അതുപോലെ അത്രയും പ്രാധാന്യമുള്ളൊരു മസ്ജിദാണ് മസ്ജിദുൽ അക്സ. അപ്പോൾ എന്തായാലും ഈ ചരിത്രം ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. എന്തായാലും അറിയാത്തവർക്ക് എന്തായാലും വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളും. അതുപോലെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടാൻ മറക്കണ്ട.